അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പരിശുദ്ധ റമളാനിൻ്റെ ഏറ്റവും മഹത്തായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ദിവസങ്ങളിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റഹ്മാനും റഹീമുമായ റബ്ബിൻ്റെ റഹ്മത്തിലേക്ക് കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ധാരാളം പ്രാർത്ഥിക്കേണ്ട, തൗബ ചെയ്യേണ്ട, അള്ളാഹുവിനോട് റഹ്മത്തിന് ചോദിക്കേണ്ട നിമിഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവ്വലുഹു റഹ്മ എന്ന് വിശുദ്ധ റമളാൻ ഉമ്മത്തിൻ്റെ മാസമെന്ന് വിശേഷിപ്പിക്കപ്പെടുകയും അതിൽ ആദ്യത്തെ ദിനരാത്രങ്ങൾ റഹ്മത്തിനെ ചോദിക്കാൻ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. അള്ളാഹു അവൻ്റെ റഹ്മത്ത്, കാരുണ്യം വാരിക്കോരി കൊടുക്കുന്ന നിമിഷങ്ങളാണെന്ന് മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നിസ്കാരങ്ങൾക്ക് ശേഷവും ഏത് നിസ്കാരങ്ങളും, സുന്നത്ത് നിസ്കാരമാണെങ്കിലും ഫർദ് നിസ്കാരമാണെങ്കിലും എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ദുആയും ദിക്റുമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ദുആയിൽ പ്രത്യേകം ഉൾപ്പെടുത്തേണ്ട ഒരു ആശയമാണ് അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ. ഈ പ്രാർത്ഥന എല്ലാ 10 ദിവസങ്ങളിലും, ഈ 10 ദിവസങ്ങളിൽ, ആദ്യത്തെ 10 ദിവസങ്ങളിൽ കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കണം. കാരണം അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ റഹ്മത്തിലൂടെയാണ് നമുക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കാൻ കഴിയുക. അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടെങ്കിലാണ് നമുക്ക് ഈമാനും ഹിദായത്തും നിലനിർത്തി അവസാനം ആഖിബത്ത് നന്നായി മരിക്കാൻ സാധിക്കുക. അപ്പോൾ ആ നിലയ്ക്ക് കൂടുതൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ ചോദിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അവൻ്റെ അടിമ അടുക്കേണ്ട സന്ദർഭമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ ഓതിയിട്ട് പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഒരടിമ അവൻ എത്ര തെറ്റുകുറ്റങ്ങൾ ചെയ്താലും, അവനെ ആര് കൈയൊഴിഞ്ഞാലും അവൻ്റെ യജമാനനായ റബ്ബ് അവനെ ഒരിക്കലും കൈയൊഴിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായിട്ട് വിശുദ്ധ ഖുർആനിൻ്റെ ആശയം മുന്നിൽ വെച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. എത്രയേറെ തെറ്റ് ചെയ്ത് ആര് അവഗണിച്ച് പുറത്താക്കിയാലും കൈയൊഴിഞ്ഞാലും റബ്ബ് സ്നേഹത്തോടുകൂടി വിളിക്കുന്നു, എൻ്റെ റഹ്മത്തിനെ തൊട്ട് നിനക്ക് നിരാശ വേണ്ട, നിനക്ക് പ്രയാസങ്ങൾ വേണ്ട, നീ വന്നോളൂ, തൗബ ചെയ്തോളൂ, ഞാൻ നിന്നെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന്. അപ്പോൾ ആ നിലയ്ക്ക് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാനിൻ്റെ പ്രത്യേകിച്ചും ഈ ദിനരാത്രങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയത് ഒരു സത്യവിശ്വാസം സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന ആരാധന കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. ആ നിസ്കാരം സ്വഹീഹാകാൻ ഉതകുന്ന രൂപത്തിൽ അതിൻ്റെ കാര്യങ്ങൾ അവൻ പഠിച്ചിരിക്കണം. അങ്ങനെ നമ്മൾ തുടങ്ങിയത് അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയായിരിക്കുക എന്നുള്ളത് നിസ്കാരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നിബന്ധനയാണ്. ഒരു അശുദ്ധി അത് ഉളു ഉണ്ടായിരിക്കുകയാണ്. ആ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ചെറിയ അശുദ്ധി. ആ അശുദ്ധി എന്ന് പറഞ്ഞാൽ ഉളു ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ ഉളു ഇല്ലാത്ത അവസ്ഥയിൽ ഉളു ചെയ്ത് വേണം നിസ്കരിക്കാൻ. എങ്ങനെയാണ് വുളു ചെയ്യേണ്ടത്? എന്താണ് വുളുവിൻ്റെ മഹത്വം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം അവിടുന്ന് ഓർമ്മപ്പെടുത്തിയത്, നിങ്ങളുടെ തൊട്ടുമുറ്റത്തുകൂടി ഒരു നദി ഒഴുകുകയാണെങ്കിൽ ആ നദിയിൽ നിന്ന് നിങ്ങൾ 5 നേരം കുളിച്ച് വൃത്തിയാവുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ അഴുക്ക് പറ്റുമോ എന്നൊരു ചോദ്യം ചോദിച്ചു. 5 നേരം കുളിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരത്തിൽ വിയർപ്പിൻ്റെ ഗന്ധം പോലും ഉണ്ടാകില്ല. എങ്കിൽ അങ്ങനെയാണ് 5 വഖത്തിലെ നിസ്കാരം. ആ നിസ്കാരത്തിൽ അവൻ ശുദ്ധി വരുത്തുന്നത് വുളുയിലൂടെയാണ്, നിസ്കാരങ്ങളുടെ ദിക്റുകളിലൂടെയാണ്, നിസ്കാരമെന്ന മഹൽ കർമ്മത്തിലൂടെയാണ്. അതുകൊണ്ട് വുളു അതിന് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. വുളുവിൻ്റെ വെള്ളം ശരീരത്തിൽ നിന്ന്, അവയവങ്ങളിൽ നിന്ന് ഉറ്റിവീഴുമ്പോൾ അവൻ്റെ പാപക്കറകൾ അതോടുകൂടി ചോർന്നൊലിക്കുന്നു എന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അത്തരം കാര്യങ്ങൾ പഠിക്കാനും പകർത്താനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.